കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുവിൽ നമുക്കൊരു വലിയ ധൈര്യം വരിക. ഈ ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് വളരെ ധൈര്യം ആവശ്യമാണ്. അപ്പോൾ തന്നെ ആ ധൈര്യം അത് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും കൂടെ പ്രതിഫലിക്കണം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സന്ദേശം കോട്ടയത്ത് സഭായോഗത്തിൽ നടന്ന കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ പറഞ്ഞൊരു സന്ദേശമാണ്. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ വയ്ക്കണമെന്ന് ഉള്ള വചനത്തെ ആധാരമാക്കി നമ്മോട് കർത്താവിൻ്റെ ദാസൻ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മളോട് സംസാരിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് കഴിവുകൾ, ഒരുപാട് നന്മകൾ കർത്താവ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഒരുപാട് റിസോഴ്സസ്, കഴിവുകൾ, അതിനെ നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണല്ലോ ഓരോരുത്തർക്കും ഓരോ കഴിവുകളെ ദൈവം തരുന്നത്. അപ്പോൾ ആ നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി മാറും. അത് സ്വയമായിട്ട് ചെയ്യാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് യേശുവിലുള്ള വിശ്വാസത്തിൽ ചേർത്ത് പിടിച്ച് നമ്മുടെ കഴിവുകളെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമാകുന്നത്. ചില വ്യക്തികളുണ്ട് ഇങ്ങനെ അവർക്ക് കിട്ടിയ കഴിവുകൾ, അവരുടെ നന്മകളൊന്നും വലുതായിട്ട് കാണാതെ ഒരു മായത്താഴ്മയിൽ എനിക്ക് അങ്ങനെ കഴിവൊന്നുമില്ല, എനിക്ക് എന്നെക്കൊണ്ട് ഗുണമില്ല എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ പറയുമ്പോൾ അവർ ചെയ്യുന്നത് അവരുടെ കഴിവുകളെ അവർ മൂടി വയ്ക്കുക. ദൈവവചനത്തിൽ നിന്ന് നമ്മളോടും കർത്താവിൻ്റെ ദാസൻ സംസാരിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ കഴിവുകളെ നമ്മൾ മൂടി വെക്കരുത്. നമുക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കണം, ഒരു സ്വാഭിമാനം നമുക്കുണ്ടായിരിക്കണം. ആ അഭിമാനത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, അതൊരു അഹങ്കാരമല്ല, മറിച്ച് യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് അഭിമാനപൂർവ്വം ജീവിക്കുക, ധൈര്യത്തോടെ ജീവിക്കുക. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇന്ന് ആ സന്ദേശം കേൾക്കാം. നിശ്ചയമായിട്ടും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഈ സന്ദേശ മുഖാന്തരം മാറുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ കേൾക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. കരങ്ങളെല്ലാം ഉയർത്തി മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇതേ കർത്താവിൻ്റെ വാക്കുകൾ മർക്കോസ് 4-ാം അധ്യായം 21 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറയുമ്പോൾ വിളക്ക് കത്തിച്ച് ആരും പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കാറില്ല. അപ്പം ആ ഭാഗം എല്ലാ സുവിശേഷകരും കേട്ടെങ്കിലും
മർക്കോസാണ് കട്ടിൽ കീഴിൽ നിന്നും കൂടെ ഉള്ളത് രേഖപ്പെടുത്തി. അപ്പോൾ തന്നെ ഇതേ ഭാഗം ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 11:33 വായിക്കുമ്പോൾ, വിളക്ക് കൊളുത്തി ആരും പറയിൻ കീഴിലോ നിലവറയിലോ വെക്കാറില്ലെന്നാണ്. അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ അവിടെ പറയാം. ഒന്ന്, വിളക്ക് കൊളുത്തിയിട്ട് ആരും പറയിൻ കീഴിൽ വെക്കില്ല, പിന്നെ കട്ടിൽ കീഴിൽ വെക്കില്ല, പിന്നെ അറയ്ക്കകത്ത് കൊണ്ട് വെക്കില്ല. പിന്നെന്ത് കാണണം? എല്ലാവരും കാണേണ്ടതിന്. ഇന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന ആ ഒരു വാക്കാണ്, നിന്നിൽ ദൈവം കൊളുത്തിയ വെളിച്ചം എല്ലാവരും കാണാൻ കൊളുത്തിയതാണ്. ഇന്നത്തെ സന്ദേശം എത്രയേ ഉള്ളൂ? നിന്നിൽ ദൈവം കൊളുത്തിയ വെളിച്ചം നീ മൂടിക്കളയരുത്. 1-2 പേരോട് പറഞ്ഞാട്ടെ, നിന്നിൽ ദൈവം കൊളുത്തിയ വെളിച്ചം നീയായി മൂടിക്കളയരുത്. ഹല്ലേലൂയ. അതിൻ്റെ മത്തായി 5:14 പറയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പൗലോസ് തിമോഥെയോസിനോട് പറയുമ്പോൾ, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകണം. ഒന്ന് പറഞ്ഞ എല്ലാവർക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ പ്രാർത്ഥനയിലും തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. അപ്പോസ്തലപ്രവൃത്തി 1-8 കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പായി താൻ ഏൽപ്പിക്കുന്ന ദൗത്യം പറഞ്ഞത് നമ്മളിങ്ങനെ വായിക്കുന്നു. ശിഷ്യന്മാർ വന്ന് യേശുവിനോടൊരു ചെറിയ ഭൂവിഭാഗത്തിൻ്റെ ഭരണമാണ് ചോദിച്ചത്. നാഥ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്. ഇതാണ് പറ. കൈ കൊടുത്ത് പറ, പറ വെച്ച് മൂടരുത്. നമ്മുടെ പറച്ചിലിനകത്ത് ഒത്തിരി പറയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവർ വന്ന് ചോദിക്കുകയാണ്, കർത്താവേ, നീ ഈ കാലത്തിലാണോ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കിക്കൊണ്ട്? അവരുടെ മനസ്സിലിരുന്നത് ആ ചെറിയൊരു ഭൂവിഭാഗമാണ്. ഇത് ഞാൻ നിങ്ങൾ മുമ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൈവ പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഞാൻ വേറൊരു വിളക്ക് നിങ്ങളിൽ കൊളുത്താൻ പോവാ. ഞാൻ നിങ്ങളിൽ ഉയരത്തിൽ നിന്ന് ഒരു തീനാളം നിങ്ങളുടെ മേൽ കൊണ്ട് കത്തിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വാങ്ങിപ്പോകരുത്. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയി പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവെന്ന തീനാളം നിന്നെ കത്തിക്കും. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ കൊച്ചു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, നിങ്ങളുടെ കുഞ്ഞളവ് പാത്രം കൊണ്ട് നിങ്ങളെ ഒതുക്കാതെ, കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, നിങ്ങളെ ഒതുക്കിയത് അയൽവക്കക്കാരല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ ഒതുക്കിയത് മന്ത്രവാദി അല്ല, നിങ്ങൾ തന്നെയാണ്. എൻ്റെ കയ്യെ പിടിച്ച് എന്നോടും പറഞ്ഞോന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ധാരണകളുടെ, നമ്മുടെ മുൻ പരിചയത്തിൻ്റെ, നമ്മുടെ പരിമിതികളുടെ, നമ്മുടെ പരാജയ ബോധത്തിൻ്റെ, നമുക്ക് മുൻപുണ്ടായ പരാജയങ്ങളുടെ ഒരു കൊച്ചളവ് കപ്പ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് വെച്ച് ദൈവം കൊളുത്തിയ ദീപത്തെ മൂടുവാൻ നമ്മുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ പറ എടുത്തു മാറ്റിയാൽ, ഒരു വലിയ സത്യം ഞാൻ പറയാം, ലോകം കാണുന്ന പോലെ അനേകർക്കൊരത്ഭുതമായി കത്തി ജ്വലിക്കുന്ന ഒരു വ്യക്തിയായി ദൈവം നിന്നെ മാറ്റാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ എക്സാമിനേഷൻ എഴുതുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിന്നിൽ കത്തിച്ച ദീപം ദൈവത്തിന്റെ ദീപമാണ്. ആകയാൽ നിങ്ങൾ ഈ ഇടുങ്ങിയ കാര്യം പറയാതെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അഥവാ എൻ്റെ തീനാളം ഞാൻ കത്തിക്കുമ്പോൾ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. നിങ്ങൾക്കറിയാമോ, ഇവർ യെരൂശലേമിൽ കൽപ്പിച്ചപ്പോഴും ഭൂതങ്ങൾ ഇളകി, ശമരിയിൽ കൽപ്പിച്ചപ്പോഴും ഭൂതങ്ങൾ ഇളകി. ആമേൻ.
എഫെസോസിൽ ചെന്നപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചപ്പോഴും ദുരാത്മാക്കൾ ഇളകി. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷവുമായി ദൈവമക്കൾ കടന്നുപോയപ്പോൾ പൈശാചിക കോട്ടകൾ ഇളകി, സാത്താന്റെ ഗോപുരങ്ങൾ തകർന്നു. യേശു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇന്ത്യൻ പ്രസിഡന്റിന് ഭാരതത്തിലെ അധികാരമുള്ളൂ, അമേരിക്കൻ പ്രസിഡന്റിന് അവിടെ അധികാരമുള്ളൂ. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് പരിമിതികളില്ലാതെ അതെവിടെ ചെന്നാലും അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ വായിൽ കൂടെ പുറപ്പെടുന്ന ഒരു വാക്ക്, നീ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത ഒരു വാചകം മതി അങ്ങ് അറ്റത്ത് ആഫ്രിക്കയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ മരണം മാറ്റി ജീവൻ വ്യാപരിക്കാൻ. നിന്നിൽ കത്തിച്ച അഗ്നി ലോകത്തെ മുഴുവൻ നിറയ്ക്കുന്ന അഗ്നിയാണ്. നിന്നിൽ കൊളുത്തിയ ദീപം ആർക്കും ഒതുക്കാൻ കഴിയാത്ത ദീപമാണ്. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞത്. സ്തോത്രം. വിളക്ക് കൊളുത്തി ആരും പറയിൻ കീഴിൽ വെക്കില്ല. പിന്നെ എവിടെ വെക്കില്ല? കട്ടിൽ കീഴിലും. ഈ പറയിൻ കീഴിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അളവാണ് പറ. എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ അളവാണ്. കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒക്കെ പറഞ്ഞത് അളന്നല്ല തരാൻ പോകുന്നതെന്ന്. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നു. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിക്കുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നമ്മൾ സ്തോത്രം, ഈ രണ്ടാമത്തേത്, ഒന്നാമത്തേത് അളവ് പാത്രമാണെങ്കിൽ രണ്ടാമത്തേത് കട്ടിലാണ്. ഏതാണ് ഈ കട്ടിൽ? എന്താണെന്നറിയോ? തൃപ്തിയായതിനെ കാണിക്കുക. ഇത്രയൊക്കെ ആയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്തേക്കാം? ഒന്ന് കിടന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞിട്ട്, കട്ടിലെ കിടക്കാൻ അഭിഷേകത്തിൻ്റെ ആവശ്യമില്ല. മടുപ്പ്, തൃപ്തി, ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള തൃപ്തി, പല കാര്യങ്ങൾ കേട്ടും കണ്ടും മടുപ്പ്, ക്ഷീണം, ഇതാണ് കട്ടിൽ. അവിടെ കൊണ്ട് വിളക്ക് മൂടിക്കളയരുത്. കൈ കൊടുത്ത് പറഞ്ഞാട്ട് എല്ലാവർക്കും പ്രകാശിക്കേണ്ടതിന്. ഈ ദിവസങ്ങളിൽ അടുത്തൊരു പ്രസംഗം കേട്ട് പോയിന്റ് കുറിക്കുമോ? ഇത് എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. നമ്മളെ തന്നെ ഒത്തിരി അളന്നിട്ടുണ്ട്. നമ്മളെ തന്നെ ഒത്തിരി അളന്നിട്ടുണ്ട്. എനിക്കതിന് കഴിവുണ്ടോ? എനിക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഒരു ഇംഗ്ലീഷും അറിയണ്ട. തോമാസ് ശ്ലീഹ ഇവിടെ വന്നത് ഇംഗ്ലീഷ് അറിഞ്ഞിട്ടല്ല. തോമാസ് ശ്ലീഹ ഇവിടെ വന്നത് മലയാളം അറിഞ്ഞിട്ടല്ല, തന്നിൽ കത്തിച്ച അഗ്നിയുമായിട്ട്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തിയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും കർത്താവ് പകർന്നിരിക്കുന്നത്. അത് കൈകൊട്ടി പാട്ടുപാടി മാത്രം അവസാനിക്കുന്നതല്ല. വേറെ ചിലർ അങ്ങനെ ആയല്ലോ എന്നും പറഞ്ഞിരുന്നാൽ ഈ അളവ് കിട്ടത്തില്ല. അനേകർ വെച്ചിരിക്കുന്ന അളവ് പാത്രം കണ്ടുകൊണ്ട് നമ്മളിരിക്കരുത്. എനിക്കിത് പോരാ, എനിക്ക് കുറച്ചുകൂടെ പ്രാപിക്കണം, എനിക്ക് അടുത്ത ലെവൽ ശുശ്രൂഷ നടത്തണം, എനിക്ക് അടുത്ത നിലയിൽ കർത്താവിൻ്റെ പ്രവൃത്തി എന്നിൽ നടക്കണം. വാഞ്ചയുള്ളവരുടെ മേൽ ധാരാളമായി പകരുന്ന ഒരു നല്ല കർത്താവ് ഇവിടെ ഉള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കും. ആമേൻ. ഈ കാര്യത്തിൽ ക്യൂ നിൽക്കരുത്. കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിക്കുന്ന കാര്യത്തിൽ ക്യൂ നിൽക്കരുത്. ഇടിച്ചു കയറിക്കോണം. നിനക്ക് തന്നെ ആദ്യം അവൻ പകരും. മാത്രമല്ല വീണ്ടും ചെന്നോണം, വീണ്ടും പകരും. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് നിന്റെ ദാഹം മാറുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നദികൾ ഒഴുകും. ഒരു നദി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ ഒഴുകുന്നതിന് നദി എന്ന് പറയില്ലല്ലോ. ഒരു ചെറിയ വാർഡിൽ ഒഴുകുന്നതിന് നദി എന്ന് പറയാറില്ല. നദി എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളെ കടന്ന്, രാജ്യങ്ങളെ കടന്ന് പോകുന്ന ഒന്നാണ് നദി. ഇന്ന് പകൽ പരിമിതികൾ ഇട്ടിരിക്കുന്ന കെട്ടുകൾ പൊട്ടട്ടെ. അവരവരെ കുറിച്ച് തന്നെ ചെറുതായി പറഞ്ഞത് എല്ലാം പൊട്ടട്ടെ. പുതിയ നിയമവിശ്വാസിയുടെ ഏറ്റവും പേടിക്കേണ്ടിയ ശത്രു പിശാചല്ല. പിശാച് ശത്രുവാണ്, അവനെ സൂക്ഷിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അവൻ തന്ത്രശാലിയാ. എന്നാൽ ഏറ്റവും ഭയപ്പെടേണ്ടത് നാം തന്നെ നമ്മളിലിട്ട അവമതികളാണ്. നാം നമ്മെ വില കുറച്ച് കണ്ടു, നാം നമ്മെ ഇടിച്ചു കണ്ടു, നമ്മളിൽ പകർന്ന അഗ്നിയെ ചെറുതായി കണ്ടു. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്നെ നീ ചെറുതായി കാണരുത്. കർത്താവ് നിന്നെ കാണുന്ന പോലെ നീ നിന്നെ കണ്ടോണം. നിന്റെ ഭവനത്തിന്റെ വിടുതൽ നിന്നിലൂടെയാണ് നടത്താൻ പോകും.
എല്ലാവരും തള്ളിയിട്ടിരിക്കുന്ന നിന്നിലൂടെ, ആരും ഗൗനിക്കാത്ത നിന്നിലൂടെ, ഏഴാം കൂലിയായി കണക്കാക്കിയ നിന്നിലൂടെ നിന്റെ ഭവനത്തിന്റെ വിടുതൽ യേശു ഇട്ടിരിക്കുക. ദൈവത്തിന്റെ മക്കളെ, ഈ വചനം, തിരുവചനം, പുതിയ നിയമത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒറ്റ കാര്യമുള്ളൂ: ദൈവം നിന്നെ കാണുന്ന പോലെ നീ നിന്നെ കാണുക. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ ദൈവം നിന്നെ കാണുന്ന പോലെ. നമ്മളെക്കുറിച്ച് ഏറ്റവും അഭിപ്രായക്കുറവുള്ളൊരു വ്യക്തി ആരാന്ന് പറയോ? നമുക്കാ. എന്നെ കണ്ടാ കൊള്ളുകയല്ല, എനിക്ക് വിക്ക. പണ്ടൊരു പുള്ളി വിക്കും കൊണ്ട് കർത്താവിനടുക്ക് വന്നായിരുന്നു. അതാരാന്നറിയോ? മോശ. എടാ, നിന്നെ വിളിച്ചത് തന്നെ, അനേക കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ നീ മരിക്കാഞ്ഞത് തന്നെ. നിന്റെ അപ്പനും അമ്മയും നിന്റെ പെങ്ങളും അടക്കം അവസാന യാത്രാമൊഴി പറഞ്ഞ് നിന്നെ ഞങ്ങളുടെ പെട്ടകത്തിൽ വെച്ച് അവിടെ വെച്ചപ്പോൾ, എല്ലാവരും കൈവിട്ടപ്പോഴും അപ്പോൾ തന്നെ എന്റെ കണ്ണ് നിന്നെ കണ്ടതാ. I have ordained you. I have appointed you. ഞാൻ നിന്നെ നിയമിച്ചിരിക്കുക, ഞാൻ നിന്നെ ആക്കിയിരിക്കുക, ഞാൻ നിന്നെ അയച്ചിരിക്കുക, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. ഇവിടുത്തെ എൻ്റെ മക്കൾക്ക് അടക്കം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ തോന്നും, ഓ ഞങ്ങൾ സഭയിൽ വന്ന് തന്നെ പപ്പായുടെ കൂടെ വന്നത്, അമ്മയുടെ കൂടെ വന്ന്. അങ്ങനെ പപ്പായുടെ അമ്മയുടെയും കൂടെ സഭയിൽ വന്നൊരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് തിമോത്തിയോസ്. തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ പറയാണ്, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ സഭയിൽ എല്ലാവരും അറിയുന്ന ലോവീസ് അമ്മച്ചിയുടെ കൊച്ചുമോൻ, നമ്മുടെ യുനീക്ക സഹോദരിയുടെ മോൻ. പക്ഷേ ഈ പയ്യൻ അങ്ങനെ വന്നെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ വിശ്വസ്തനാണ്, യൂത്ത് മീറ്റിങ്ങിലൊക്കെ വിശ്വസ്തനാണ്. ഞാനിവിടെ പിള്ളേരോടൊരു കാര്യം പറയാം, ഞങ്ങളുടെ കണ്ണ് നിങ്ങളുടെ മേലുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നില്ലെന്ന്. വിശ്വസ്തരായവർ സഭയുടെ കണ്ണിൽപ്പെടും. ചിലരുണ്ട് സഭയിൽ ചെയ്തതിൻ്റെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചിലർ ചെയ്യുന്നതിനല്ലേ കുറ്റമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞുങ്ങൾ ഈ നാളുകളിൽ ഇങ്ങനെ തമാശന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാളിങ്ങനെ എല്ലാത്തിനെയും വിമർശിക്കുക, സകല ഗ്രന്ഥങ്ങളെയും എഴുത്തുകളെല്ലാം വിമർശിക്കുക. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ കവിത എഴുതുകയില്ല? ഞാൻ എഴുതാറില്ല, ഞാൻ വിമർശിക്കാറേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ പയ്യൻ ചെയ്യുന്നതെല്ലാം ഒരു വിശ്വസ്തത. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 16 ഇങ്ങനെ കാണുന്നു, ഈ പയ്യനെ കുറിച്ച് സഭയിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരുടെയും കൺകൾ നിന്നിൽ പതിയും. നീ കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ആരും കാണുന്നില്ലെന്ന് തോന്നും, കാണുന്നുണ്ട്. കാണിക്കാൻ ചെയ്യണ്ട, പതിഞ്ഞു. അടുത്ത ഇത് കണ്ടപ്പോൾ ഇങ്ങനെ വായിക്കുന്ന അവനെക്കുറിച്ച് ആ സഭയിലും ചുറ്റുപാടുള്ള സഭയിലും സാക്ഷ്യമുള്ളവനായിരുന്നു. പൗലോസ് പറഞ്ഞു, എൻ്റെ കൂടി അടുത്ത തവണ ഞാൻ മിഷണറി യാത്രയ്ക്ക് പോകുമ്പോൾ ബ്രദറോടെ പോരാൻ പറഞ്ഞു. വീട്ടുകാരോട് പറഞ്ഞു, ഇവനെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പോയതാ. പക്ഷേ കണ്ടത് പൗലോസല്ല, സ്വർഗമാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവമാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം നിന്നിൽ കത്തിച്ച അഗ്നി ലോകത്ത് പ്രകാശിക്കാനുള്ള അഗ്നിയാ. ദൈവം നിന്നിൽ കത്തിച്ച അഗ്നി ദേശങ്ങളെ വിടുവിക്കുന്ന അഗ്നിയാ. ദൈവം നിന്നിൽ കത്തിച്ച അഗ്നി ആർക്കും എതിര് പറയാൻ കഴിയാത്ത അഗ്നിയാ. ആ അഗ്നിയുടെ നാളം ഈ പയ്യനിൽ ഉണ്ടെന്ന് ആർക്ക് പിടികിട്ടി? പൗലോസിന് പിടികിട്ടി. അദ്ദേഹത്തെ ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോയി. പിന്നെ താൻ മുമ്പോട്ട് വന്ന് പൗലോസിൻ്റെ ഏറ്റവും വേർത്തതെന്ന് പറയുമ്പോൾ, എനിക്ക് അവനെ പോലെ തുല്യ ചിത്തനായി വേറെ ആരും ഇല്ല. എല്ലാവരും സ്വന്തം കാര്യം നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കാര്യം നോക്കാൻ തുല്യ ചിത്തനായി അവനെ മാത്രം ഞാൻ കണ്ടു.
ഒത്തിരി കൂട്ടുപ്രവർത്തകരുണ്ടെങ്കിലും പൗലൂസിൻ്റെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഹൃദയം പിടിച്ചെടുത്ത ഒരു ശിഷ്യനായിരുന്നു ആര്? തിമോഥെയോസ്. അങ്ങനെ കൂടെ നടന്നു, ശുശ്രൂഷകൾ ചെയ്തു. ഒടുവിൽ തന്നെ ഒരു ഏരിയയിൽ ചാർജ് ഏൽപ്പിച്ചു, ഒരു പട്ടണത്തിൻ്റെ ചാർജ് ഏൽപ്പിച്ചു. നിന്നെ ഇന്ന പട്ടണത്തിലാക്കി വെച്ചത് കാര്യങ്ങൾ ക്രമപ്പെടുത്താനാണല്ലോ എന്നൊക്കെ തിമോഥെയോസിൻ്റെ ലേഖനം തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കുന്നു. അരുതാത്ത ഉപദേശങ്ങൾ നീ നോക്കണം എന്ന്, കാവൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒടുവിൽ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് താൻ എഴുതുന്നത്: ലോവീസ് അമ്മച്ചിയുടെ കൊച്ചുമോനെന്നല്ല, യുനീക്ക സഹോദരിയുടെ മോനെന്നല്ല, യു മാൻ ഓഫ് ഗോഡ്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, അമ്മച്ചിയുടെ കൂടെയോ പപ്പായുടെ കൂടെയോ സഹോദരൻ്റെ കൂടെ ആയിരിക്കും വന്നത്, എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഒരു അഗ്നി കത്തിച്ച ദൈവം നിന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുമ്പോൾ, നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരത്തിന്റെ അഗ്നി നീ ജ്വലിപ്പിക്കണം. നീ എടുത്ത് മാറ്റണം. നീ ജ്വലിപ്പിക്കണം, നീ ജ്വലിപ്പിക്കണം, നീ ജ്വലിപ്പിക്കണം. ഇത് ദൈവം തന്ന അഗ്നിയാ, നീ ജ്വലിപ്പിക്കണം. ഒന്നും അതിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഏപ്രിൽ 21 ഇവിടെ വെച്ച് എനിക്ക് 20 വർഷമായി എനിക്ക് മൂലക്കൂരിൻ്റെ അസുഖമായിരുന്നു. അതിവിടെ വെച്ച് തോമസുട്ടി ബ്രദർ പറഞ്ഞു, പൈൽസിൻ്റെ അസുഖം സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. 2 ദിവസം വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പിന്നെ വണ്ണപ്പുറത്ത് സാക്ഷ്യം പറഞ്ഞു. എത്ര വർഷമായിട്ട് രോഗം ഉണ്ടായിരുന്നു? 20 വർഷം. 20 വർഷം. അതായത് കഴിഞ്ഞ വർഷം ഇതേ ഹാളിൽ 2014 അല്ലേ, ഇതേ ഹാളിൽ ഇടുക്കി കഞ്ഞിക്കുഴിയിൽ നടന്ന മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു പൈൽസ് രോഗം സൗഖ്യമാകുന്നെന്ന്. 20 വർഷമായുണ്ടായിരുന്ന പൈൽസ് രോഗം സൗഖ്യമാക്കി. അതുകൊണ്ട് എന്തായിരുന്നു ബുദ്ധിമുട്ട്? എനിക്ക് രക്തം വരുമായിരുന്നു. രക്തം വന്നിട്ട് എനിക്ക് മുണ്ടയിലൊക്കെ ആയി, പിന്നെ എനിക്ക് കാണിച്ചിട്ട് നടക്കാൻ പാടില്ലായിരുന്നു. അത് പൂർണ്ണമായിട്ട് എനിക്ക് സുഖപ്പെട്ടു. അതിൽ പിന്നെ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എന്ത് ഭക്ഷണമോ കഴിക്കാം, ഭക്ഷണവും കഴിക്കാം. യേശു കൊടുത്ത സൗഖ്യത്തിനായി എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്താട്ടെ. ഹല്ലേലൂയ. തോമസുട്ടി, ഇതൊരു അത്ഭുത സൗഖ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഹാളിൽ നടന്ന മീറ്റിങ്ങിൽ നടന്നൊരു അത്ഭുത സൗഖ്യമാണ്. ഈ സിസ്റ്ററിൻ്റെ കാലിൻ്റെ മുട്ടിൽ ഒരു പാടയുണ്ട്. ആ പാട പൊട്ടി ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ മീറ്റിങ്ങിൽ കടന്നു വരുമ്പോൾ പാട പൊട്ടിയെന്ന് പറഞ്ഞ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായതാണോ? ഇരുന്നിട്ട് ഇങ്ങനെ കടയുടെ ഷട്ടർ പോക്കാൻ നോക്കിയത്, അപ്പോൾ വളഞ്ഞിട്ട് സംഭവിച്ചതാ. മുട്ട് വളയ്ക്കത്തുമില്ല, ഇറങ്ങത്തുമില്ലായിരുന്നു. എത്ര നാൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു മാസം കാരിക്കോട് പിന്നെ ആയുർവേദ ആശുപത്രിയിലെ ട്രീറ്റ്മെൻറ്റും കൊണ്ട് കാല് കയറ്റി വെച്ച് റെസ്റ്റായിരുന്നു. അപ്പോഴേ ഇവിടെ ഈ പ്രെയർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്ന് ഇതേ ഹോളിൽ വരുന്ന വഴിക്കും എനിക്ക് വേദനയുണ്ട്. ഇവിടെ വന്നിരുന്ന് പ്രെയർ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വേദനയില്ല. പിന്നെ ഇതുവരെ വേദനയില്ല. വന്ന് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ സഹോദരി കൈവച്ച് പ്രാർത്ഥിച്ചോ? ഇവിടെ നിന്ന് ഞാൻ ഇരുന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ചോളൂ, അല്ലാതെ ഇവിടെ വന്നു നിന്നൊന്നുമില്ല. പിന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ ഞാൻ വന്നായിരുന്നു. അന്ന് ഇത് ശരിയായതുകൊണ്ട് ഞാൻ അന്ന് കട്ടപ്പനയിലുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെയും വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. പിന്നെ പോയിട്ടില്ല. അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒരു കുഴപ്പമില്ല. നന്നായിട്ട് നടക്കുകയോ ഓടുകയൊക്കെ എല്ലാം ചെയ്യാം. കാര്യമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇത് എൻ്റെ നാട്ടിൽ പറയാൻ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം എൻ്റെ കുടുംബം, എന്നെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ കുടുംബം ലജ്ജിക്കാനിടയാവത്തില്ല, അവൻ്റെ തലമുറ അനുഗ്രഹിക്കും, മാനിക്കുമെന്ന വചനമുണ്ട്. എന്നാൽ ഈ നാട്ടുകാർക്കെല്ലാം അറിയാം എൻ്റെ കുടുംബം തകർന്നു, എൻ്റെ തലമുറ തീർന്നു എന്ന് കരുതി എല്ലാവരും വളരെ വേദനയോടെ നോക്കിയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എൻ്റെ കർത്താവ് പൂർണ്ണമായിട്ടും വിടുവിച്ചു. നമുക്കൊന്ന് കാര്യമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറിയെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കർത്താവ് നമുക്ക് തന്ന നന്മകൾ, നമ്മുടെ കഴിവുകൾ, നമ്മളെ കൊണ്ടാകാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് വിനിയോഗിക്കുവാൻ കഴിയും. അത് വിനിയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഭയങ്ങളെ മാറ്റുന്ന, നിരാശകളെ മാറ്റുന്ന, വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വരുത്തുന്ന, എന്നെക്കൊണ്ട് കഴിയും, എനിക്ക് നല്ലൊരു ജീവിതം നയിപ്പാൻ കഴിയും എന്നുള്ളൊരു ധൈര്യം കർത്താവ് ഇന്ന് നിങ്ങൾക്ക് തരാൻ പോവുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ചില വ്യക്തികളുണ്ട്, ഇങ്ങനെ ഭാരപ്പെട്ട് എനിക്ക് കഴിവില്ല എന്നുള്ള ചിന്തയോടെ ഇരിക്കുന്ന വ്യക്തികളുണ്ട്.
ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആ അവസ്ഥകളെല്ലാം കർത്താവ് മാറ്റും. അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്, സാമ്പത്തികമായി തകർന്നവരുണ്ട്, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വലിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാനസികമായിട്ട് വലിയ പ്രയാസം, ഡിപ്രഷൻ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെക്കൊണ്ട് കഴിവില്ല, എന്നെക്കൊണ്ട് യോഗ്യതയില്ല, എന്നെക്കൊണ്ടൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നൊക്കെയുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ വലിയൊരു ധൈര്യം, മഹാധൈര്യം കർത്താവെ അവിടെ നിന്ന് നൽകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ വേദനയുള്ള മുഴകളുമായിട്ട് ഭാരപ്പെടുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കക്ഷത്തിൽ, അതുപോലെ തന്നെ ബ്രസ്റ്റിലൊക്കെ മുഴയായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർ, കാലിൻ്റെ മുട്ടിൽ, അതിൻ്റെ മടക്കിൽ മുഴയുള്ള വ്യക്തി ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ മുഴകൾ അപ്രത്യക്ഷമാകുവാൻ ഞാൻ കൽപ്പിക്കുക. പൂർണ്ണമായ സൗഖ്യമുണ്ടാകട്ടെ. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗം, ലങ്സിനകത്ത് തടിപ്പുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ ഒരു വ്യക്തി ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോഴൊക്കെ വലിയ വേദനയും പ്രയാസവും അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ മുഴകൾ അപ്രത്യക്ഷമായി പോകുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ തന്നെ ഞാൻ പ്രവചിക്കുക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. അത്ഭുത സൗഖ്യങ്ങളെ നൽകിയതിനായി നന്ദി. സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളെല്ലാം മാറിപ്പോകട്ടെ. സാമ്പത്തിക സമൃദ്ധിയുടെ വാതിലുകൾ ഇപ്പോൾ തന്നെ അവിടുന്ന് തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകൾ കൊണ്ട് അവിടുന്ന് നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവെ, അവിടുന്ന് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞു. ആ മുഴകൾ ഇപ്പോൾ അവിടെ ഇല്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും. അതുപോലെ തന്നെ ആ ശരീരത്തിലെ വേദന, ശരീരം മുഴുവൻ ചുട്ടുപൊള്ളുന്നത് പോലെ വേദനയാൽ ഭാരപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും. ഈ സാക്ഷ്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ മടിക്കരുത്. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തന്നെ കൃപയിൽ സൂക്ഷിക്കട്ടെ. प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति, चरणों में आकर हाथ उठाकर करते हैं तेरे